ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ വരും ദിവസത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ വരും ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അങ്ങനെ സന്തോഷകരമാകുന്ന അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് സുധീഷും രക്ഷപ്പെട്ട് സുഭാഷിൻ്റെയോടൊപ്പം അതുപോലെ ഹരീഷിൻ്റെയും നികേഷിൻ്റെയും നിധിയോടൊപ്പം വീട്ടിൽ മടങ്ങിയെത്തുന്നു. അങ്ങനെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ക്ഷമാപണം നടത്തുന്ന നിധിയെയൊക്കെയാണ് കണ്ടത്. അങ്ങനെ പിന്നീട് കാണാൻ പോകുന്നത് വീണ്ടും ഒരു വലിയ തിരിച്ചടി ആ വീട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വലിയ തിരിച്ചടി എന്ന് പറയുന്നത് നമ്മുടെ നികേഷിന് പെട്ടെന്ന് പനി പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയാണ്. അതോടുകൂടി സുധീഷിന് നിധിയോട് കൂടുതലായിട്ട് അല്ലെങ്കിൽ നിധി തങ്ങളുടെ കുടുംബത്തെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസങ്ങളൊക്കെ ആയിരിക്കും വരും ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ക്ഷീണിതനായതുകൊണ്ടായിരിക്കാം നികേഷ് അങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് സമയം യാത്ര ചെയ്ത് അതുപോലെ ഗുണ്ടകളുമായിട്ട് മൽപ്പിടുത്തമുണ്ടാക്കി അങ്ങനെ ടെൻഷനൊക്കെ അടിച്ച ഒരു ജീവിതമായിരുന്നല്ലോ നികേഷിൻ്റെയും സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയൊക്കെ. അങ്ങനെ മടങ്ങിയെത്തി ഉറക്കം എണീക്കുന്ന നികേഷിന് ഒട്ടും വയ്യാതെ അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഉത്സാഹത്തോടു കൂടി കോളേജിൽ പോകാൻ തയ്യാറാകുന്ന നികേഷ് വളരെ ക്ഷീണിതനായിട്ട് പുതച്ചു മൂടിക്കിടക്കുന്നത് സുഭാഷും ഹരീഷും ഒക്കെ കാണുകയാണ്. അപ്പോൾ ഓടിച്ചെന്ന് നികേഷിനെ ചെന്ന് നോക്കുക. അന്നേരം പെട്ടെന്ന് നികേഷിന് പനി പിടിച്ചു എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഇത് നിധിയെ വലിയ അസ്വസ്ഥയാക്കിയൊക്കെ കേട്ടോ. അങ്ങനെ നിധി ഓടിച്ചെന്ന് സുഭാഷേട്ടാ, നികേഷിന് നല്ല പനിയുണ്ട്, എന്തെങ്കിലും ചെയ്യണം, ഒന്നുകിൽ ആശുപത്രി പോകാം അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് മേടിച്ച് കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സുഭാഷ് പെട്ടെന്ന് തന്നെ നികേഷിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്, പിടിച്ച് ഇരുത്തുക കേട്ടോ. അങ്ങനെ എഴുന്നേക്കാൻ പറ്റത്തില്ലാത്ത വളരെ ക്ഷീണത്തിനായിട്ടിരിക്കുന്ന ഒരു നികേഷിനെയാണ് കാണുന്നത്. അങ്ങനെ ചുക്ക് കാപ്പിയും അതുപോലെ ചായയൊക്കെ സുഭാഷ് കൊണ്ട് നികേഷിന് കൊടുക്കുന്നു. അതിനുശേഷം നികേഷിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി നിധിയും ആ മുൻകൈ എടുക്കുന്ന ഒരു ഭാഗമൊക്കെയാണ്. അങ്ങനെ നിധിയുടെ വലിയൊരു കെയറിങ് നികേഷിന് കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തിരക്കുണ്ട്. ഇതുപോലെ സുഭാഷിന് ജോലിക്ക് പോകണം, ഹരീഷിന് ജോലിക്ക് പോകണം, സുധീഷിന് ജോലിക്ക് പോകണം. അതിനിടയിൽ നികേഷിനെ നോക്കുവാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ്. അപ്പം എന്തായാലും സുഭാഷ് പറയാനില്ല, ഞാൻ ജോലിക്ക് പോകുന്നില്ല, എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയല്ലോ, നികേഷിന് ഇതുപോലെ പനിയായിട്ട് കിടക്കുകയല്ലേ, അവരെ ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, അതുകൊണ്ട് ഞാൻ ഇന്ന് പണിക്ക് പോകുന്നില്ല എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നിധി വന്ന് പറയാം, സുഭാഷേട്ടൻ അതിൻ്റെ കാര്യമൊന്നുമില്ല, സുഭാഷേട്ടൻ പണിക്ക് പോകാതിരുന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ നികേഷിൻ്റെ കാര്യമല്ല ഞാൻ ഏറ്റു, അതുകൊണ്ട് ഞാൻ സുഭാഷേട്ടൻ പണിക്ക് പോകാൻ പറയാം കേട്ടോ. അപ്പോൾ സുഭാഷ് പറഞ്ഞു, വേണ്ട മോളെ, ഞാൻ നിന്നോളാം, ഇവിടെ നിന്നോളാം, നമുക്ക് പഠിക്കാനൊക്കെ ഒരുപാടുള്ളതല്ലേ എന്ന് പറയാം. അതൊന്നും സാരമില്ല, നികേഷിൻ്റെ കാര്യമല്ലേ, നികേഷിൻ്റെ കാര്യമെല്ലാം ഞാൻ ഏറ്റ് എന്ന് പറയുകയാണ്. അങ്ങനെ സുഭാഷിനെ നിർബന്ധപൂർവം ജോലിക്ക് നിധി പറഞ്ഞു വിടുന്നു. അതിനുശേഷം നികേഷും മാത്രമേ ആ വീട്ടിലുള്ളൂ കേട്ടോ. അങ്ങനെ നികേഷിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നിധി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ മരുന്ന് മേടിച്ച് കൊടുക്കുന്ന വേറെ ആരെക്കൊണ്ടുമല്ല. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ അവിടെ ഉണ്ട്. അപ്പോൾ ഭാസ്കരൻ പാട്ടും പാടിയൊക്കെ നടക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് നിധി പറയുകയാണ്, എല്ലാവരും പോയ സമയത്ത്, അച്ഛാ, നികേഷിന് വളരെ പനിയുണ്ട്, അതുകൊണ്ട് അത്യാവശ്യമായിട്ട് പോയി മരുന്ന് മേടിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ നിധി പൈസ കൊടുത്തുവിട്ട് ഭാസ്കരനെ കൊണ്ട് മരുന്ന് മേടിപ്പിച്ചുകൊണ്ട് വരുന്ന അത് നികേഷിന് കൊടുക്കുന്നു. അങ്ങനെ നികേഷിന് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനിടയിൽ നിധിയുടെ ആ പരിചരണത്തിൽ നികേഷിന് വലിയ ആശ്വാസമുണ്ടാക്കി. അങ്ങനെ അല്പമായിട്ട് ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്നു, നിധിയുമായിട്ട് ജോക്കിങ് അല്ലെങ്കിൽ തമാശകൾ പറയുന്നു. അതിനിടയിൽ നികേഷിൻ്റെ പനിയൊക്കെ അല്പം വിട്ടുമാറുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതിനിടയിൽ ഭാസ്കരൻ മരുന്നുമായിട്ട് വരുമ്പോൾ നിധിക്ക് വേണ്ടി മുട്ടായിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ഒരു മനോഹരമാകുന്ന രംഗമുണ്ട്. എന്തായാലും വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് നടക്കുന്നത്. നികേഷിൻ്റെ പനിയും അതുപോലെ നികേഷിന് ഒരു നേഴ്സിന് തുല്യമാകുന്ന അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് തുല്യമാകുന്ന ഒരു പരിചരണം കൊടുക്കുന്ന നിധിയൊക്കെയാണ് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് വൈകിപ്പോയി നമ്മൾ പ്രമോ ശേഷം പറയാൻ, കാരണം കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ടില്ലായിരുന്നു. ഞങ്ങളുടെ ഇടുക്കിക്കാർക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കമ്പോ മരമോ ഒടിഞ്ഞു വീണാൽ കറണ്ടില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പോഴാണ് കറണ്ട് അതുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിൽ ഇത്രയും ചുരുക്കി നമ്മൾ കഥകൾ പറയുന്നത്. ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ നേരത്തെ തന്നെ കഥകളുമായിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.